ദുബൈയിൽ വിസ കാലാവധി കഴിഞ്ഞ് രാജ്യത്ത് തുടരുന്നവർ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ പിഴയ്ക്ക് പുറമെ എക്സിറ്റ് പെർമിറ്റോ ഔട്ട് പാസോ നേടിയിരിക്കണമെന്ന് അധികൃതർ. വിസ കാലാവധി കഴിഞ്ഞുള്ള ഓരോ ദിവസത്തിനും 50 ദിർഹമാണ് പിഴ. തുക അടയ്ക്കുന്നതിന് പുറമെയാണ് എക്സിറ്റ് പെർമിറ്റ് എടുക്കണമെന്ന നിബന്ധന. യുഎഇയിൽ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ പുറത്തിറങ്ങി നടക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം. ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും മുൻഗണന നൽകണമെന്നും മന്ത്രാലയം ജനങ്ങളോട് ആവശ്യപ്പെട്ടു. യുഎഇയിൽ പകൽ താപനില 50 ഡിഗ്രി കടന്നതോടെയാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. യുഎഇ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായി നിയമിതനായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമിനെ അഭിനന്ദനം അറിയിച്ച് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. എക്സ് വഴിയാണ് പുതിയ നിയമനത്തിൽ അദ്ദേഹം അഭിനന്ദനം അറിയിച്ചത്. തീപിടുത്തം ഒഴിവാക്കാൻ ബോധവൽക്കരണ പരിപാടിയുമായി അബുദാബി സിവിൽ ഡിഫൻസ്. വേനൽക്കാല സുരക്ഷിതത്വത്തിൽ വിട്ടുവീഴ്ച വേണ്ട എന്ന മുദ്രാവാക്യവുമായാണ് ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത്. വേനൽക്കാലത്ത് തീപിടുത്തങ്ങളും അപകടങ്ങളും ഇല്ലാതാക്കാനാണ് ബോധവൽക്കരണം. ഖത്തറിൽ പുകവലി പൂർണ്ണമായും ഇല്ലാതാക്കാൻ ടുബാക്കോ കൺട്രോൾ സെന്റർ ഒരുങ്ങുന്നു. പ്രൈമറി ഹെൽത്ത് കെയർ കോർപ്പറേഷന് കീഴിലാണ് പുകവലി വിമുക്ത കേന്ദ്രം പ്രവർത്തിക്കുന്നത്. പുകവലി ഉപേക്ഷിക്കാൻ തയ്യാറായി സെന്ററിലെത്തിയ ഭൂരിഭാഗം പേരും അതിൽ വിജയിച്ചതായാണ് കണക്കുകൾ. ദുബൈ ബുർജ് ഖലീഫയിൽ കുട്ടികൾക്ക് 4 ദിവസത്തെ സമ്മർ ക്യാമ്പ്. ക്യാമ്പിൽ പങ്കെടുക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ തുടങ്ങി. ബുർജ് ഖലീഫയുടെ 124ാമത്തെ നിലയിലേക്ക് ടൂർ ഉൾപ്പെടെ കുട്ടികൾക്ക് അവസരമുണ്ട്. ഓഗസ്റ്റ് 29 വരെ ക്യാമ്പ് നീണ്ടുനിൽക്കും. ഇസ്രയേൽ ആക്രമണത്തിൽ ദുരിതമനുഭവിക്കുന്ന ഗസയ്ക്ക് 3 ടൺ മെഡിക്കൽ സഹായം കൂടി എത്തിച്ച് യുഎഇ. ഗസ മുനമ്പിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികളിലേക്കും ആരോഗ്യ മേഖലകളിലേക്കുമാണ് മരുന്നുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന സഹായം എത്തിച്ചത്. തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ് കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം കണ്ടെത്തി. പഴവങ്ങാടി തകരപ്പറമ്പ് വഞ്ചിയൂർ റോഡിലെ കനാലിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. റെയിൽവേയുടെ ഭാഗത്തെ കനാലിലാണ് ജോയിയെ കാണാതായത്. കാണാതായി 46 മണിക്കൂറിന് ശേഷമാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്.